ഹേ ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇന്നത്തെ പ്രത്യേകതയാണ് വാലന്റൈൻസ് ഡേ. സോ അതിന് പറ്റിയ എന്തെങ്കിലും ഗിഫ്റ്റ് ഐഡിയാസ് ചെയ്യാമെന്ന് ഓർത്തപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് ടിഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ടിഷ്യൂ പേപ്പർ എടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒത്തിരി നേരം ഞാൻ പിൻട്രസ്റ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കി എന്താ നമുക്ക് പറ്റും. സോ അങ്ങനെ നോക്കാൻ നേരത്ത് കണ്ട ഒരു ഐഡിയ ആണ് ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം കുറച്ചെങ്കിലും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്താണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ റൗണ്ടിൽ നല്ല രീതിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ വേണ്ടത് അത് നമ്മളെടുത്തിട്ട് നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വാട്ടറിലൊന്ന് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കളറ് ആ പേപ്പർ ഫുൾ അങ്ങ് സ്പ്രെഡ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് ആ ഒരു കളർ കിട്ടും. സോ അതിന് ശേഷം ചെയ്യേണ്ടതാണ് നല്ലൊരു പണി തന്നെയാണ്. അടുത്തതെന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ പേപ്പർ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തേപ്പ് പെട്ടി കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണക്കിയെടുക്കാം. സോ ഞാൻ ഇപ്പം വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഒത്തിരി നേരം വെച്ചിട്ടാണ് ഇതൊന്ന് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറെ ഒത്തിരി പണി ചെയ്തു, അപ്പം എനിക്ക് കുറച്ച് നല്ലൊരു പണിയായിട്ട് തോന്നി വെയിലത്ത് വെച്ച് ഉണക്കുന്നത്. സോ അങ്ങനെ അത് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു റൗണ്ടിൽ എന്ത് വെള്ളം എടുക്കുക, റൗണ്ടിലെ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മളെ കുപ്പികളുടെ അടപ്പുകളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ മരുന്നൊക്കെ കുടിക്കുന്നൊരു അടപ്പാണ്. സോ അതെടുത്തിട്ട് അതിൻ്റെ റൗണ്ടിൽ നമ്മൾ ഓരോ പെറ്റൽസും അടുക്കി കൊടുക്കുക. അങ്ങനെ അടുക്കി കൊടുത്തിട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ചെറുതായിട്ടൊന്ന് പശ തേക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ ആ പെറ്റൽസ് ഒട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. പൊട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പശ ഒത്തിരി ആകില്ല. ഒത്തിരി ആയാലും ചിലപ്പം നമ്മൾ എടുത്തേക്കുന്ന എന്താണോ ആ ഗ്ലാസ്സിലോട്ട് ചിലപ്പം പശ ഇങ്ങനെ ടിഷ്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പശ ഒരുപാടായ ഒരു ബോറാകും. സോ അതിന് ശേഷം ലാസ്റ്റ് ഒരു പച്ച പേപ്പർ ഞാൻ ഒട്ടിച്ചെടുത്തു. സോ അതിന് ശേഷം നമ്മൾ അതൊന്ന് തിരിച്ച് എടുക്കുമ്പോൾ കിട്ടുന്നത് ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. നല്ല രസമുണ്ട് കാണാം. സോ റെഡൊക്കെ ആയപ്പോഴത്തേക്കും ആ റെഡൊക്കെ നല്ല രീതിയിൽ ആ ഒരു പേപ്പർ ഫുൾ അങ്ങ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കിട്ടേക്കുന്ന ഔട്ട്പുട്ട് ഇതാണ്. സോ അതിന് ശേഷം ഞാൻ വയലറ്റ് എടുത്തിട്ടുണ്ട്, സ്കൈ ബ്ലൂ എടുത്തിട്ടുണ്ട്, ഗ്രീൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സ്കൈ ബ്ലൂ ചെയ്തു, അതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റി. സോ അതിനുശേഷം ഞാൻ ഗ്രീൻ കൊണ്ട് ചെയ്തത് എടുത്ത് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഫ്ലോപ്പായി. സോ ആ പേപ്പർ മൊത്തം ചീത്തയായിപ്പോയി. സോ അതിനുശേഷം ഞാൻ വയലറ്റ് ഇട്ടു. അങ്ങനെ വയലറ്റ് എടുത്ത് നല്ല രീതിയിൽ അതും വയലറ്റും നല്ല രീതിയിൽ വന്നു. എനിക്ക് ഈ മൂന്നും ഇഷ്ടപ്പെട്ടു. സോ അതിനുശേഷം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുന്നേയും വേറെ ഇപ്പോൾ ഇത് ഈ ഒരു മോഡലിൽ ചെയ്ത് അല്ലാതെ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വലുതായിട്ട് വേറെ ഒത്തിരി പൂക്കളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ സെയിം സാധനം തന്നെ ബട്ട് കുറച്ച് വലുതാക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തു ഇതിൻ്റെ കൂടെ വെച്ചു. പിന്നെ ചെയ്തത് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബൊക്ക പോലെ ഉണ്ടാക്കാനാണ്. ബട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ